ഹായ് ഹലോ, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പം ഇന്ന് ഞാൻ വന്നിക്കണതേ ഞങ്ങളുടെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. പെരുന്നാളിൻ്റെ വിശേഷമായിട്ട് വന്നതാണ്. അൽഹംദുലില്ലാ, അങ്ങനെ പെരുന്നാളൊക്കെ റാഹത്തോട് കൂടി കഴിഞ്ഞു. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കിയത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ചിക്കൻ ബിരിയാണി ഞാൻ ഉണ്ടാക്കണതേ ചിക്കന് പൊരിച്ചിട്ടാണ് കേട്ടോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണത്. എൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ടെന്ന് ഇങ്ങോട്ട് പെരുന്നാളിന് ഊണ് കഴിക്കാൻ. ബിന്ദു എന്നാണ് കേട്ടോ അവളുടെ പേര്. അവരുടെ ഫാമിലി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേറെയും ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. കാരണം ബീഫ് ബിരിയാണി ഉണ്ടാക്കിയാൽ അവരെ വീട്ടിൽ എല്ലാവരും ഒന്നും കഴിക്കൂല പിന്നെ ബീഫ് ബിരിയാണി. അപ്പം ചിക്കൻ ആകുമ്പോൾ പിന്നെ ആ ഒരു വിഷയമല്ലല്ലോ. ബീഫ് കഴിക്കാത്തവർക്ക് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും കഴിക്കും. ഈ ബിന്ദു ഉണ്ടല്ലോ, ഓള് ചിക്കൻ ബിരിയാണിയെ കഴിക്കുള്ളൂ, ബീഫ് അവർക്ക് ഇഷ്ടമല്ല, കഴിക്കൂല. അപ്പോൾ അവർ വിചാരിച്ച് അവളെ മാത്രം വിചാരിച്ചു മറ്റുള്ളവരൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ബീഫ് കഴിക്കും കേട്ടോ. ബിന്ദുവിനെ മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അവൾ ബീഫ് കഴിക്കൂല. അപ്പം പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കട്ടെ വിചാരിച്ച് ഞാൻ ചിക്കനൊക്കെ പൊരിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. ദം ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ പൊരിച്ച് ഞാൻ ബിരിയാണി ദമ്മിടാനുള്ള പാത്രത്തിൽ തന്നെ മസാലയൊക്കെ ഇട്ട് ചിക്കന് അതിലിട്ട് നന്നായിട്ട് കുഴച്ച്. അപ്പോൾ നമ്മുടെ ബിരിയാണിയിൽ നല്ല മസാല നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലേ. അങ്ങനെ അരി ഞാൻ തിളപ്പിച്ച് ഊറ്റിയിട്ടാണ് ഞാൻ ബിരിയാണി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അരി ഇടുകയാണ്. അപ്പോൾ ഈ കലത്തിൽ വെന്ത് ഊറ്റി ദമ്മിട്ടിട്ട് ദം ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആവുമല്ലോ അല്ലേ. അപ്പോൾ അതാ ഞാനിങ്ങനെ അരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണല്ലോ, ഉമ്മാൻ്റെ അടുത്ത് പെരുന്നാൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെയൊക്കെ പെരുന്നാൾ ഉണ്ടാക്കി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചാലും ഞങ്ങൾ ഭക്ഷണം ആദ്യം കഴിക്കുക എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോവും. എൻ്റെ വലിയ അനിയത്തി ഉണ്ട് അവിടെ, പിന്നെ ചെറിയ അനിയത്തി അങ്ങോട്ട് വരും കേട്ടോ പെരുന്നാൾ കഴിഞ്ഞിട്ട്. അപ്പോൾ അതാ ഞാൻ ദമ്മ് ബിരിയാണി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ബീഫ് വരട്ടാണ് കേട്ടോ. ബീഫ് വരട്ട് ഇപ്പം നോമ്പൊക്കെ എടുത്തതായതുകൊണ്ടേ ബീഫ് വരട്ടിനോട് നമുക്ക് താല്പര്യമില്ല കേട്ടോ. പക്ഷെ എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ബീഫ് വരട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ബീഫ് നല്ലവണ്ണം ഞാൻ വരട്ടിയെടുക്കുന്നുണ്ട്. ചെറിയൊരു ഗ്രേവിയോട് കൂടിയിട്ടാണ് വരട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അവർക്ക് കഴിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാവും. പിന്നെ ഞാൻ ഫ്രൂട്ട് സലാഡാണ് ഇവിടെ ഉണ്ടാക്കിയത്. മാഷാ അല്ലാഹ്, ഒരുപാട് ഫ്രൂട്ട്സ് ഇപ്രാവശ്യം നോമ്പിന് എനിക്ക് കിട്ടി. ഞാൻ വാങ്ങാതെ തന്നെ എനിക്ക് കിട്ടിട്ടോ. എന്താണെന്നറിയില്ല, അതിന് അല്ലാഹുവിന് ഒരുപാട് സ്തുതി. ഇപ്പോഴും എനിക്ക് നോമ്പ് കഴിഞ്ഞിട്ടും എനിക്ക് ഇനിയും പിന്നെ ഒരാഴ്ച നോമ്പ് വെക്കാനും അതിനപ്പുറമുള്ള ഫ്രൂട്ട്സിൻ്റെ ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അതൊരു വല്ലാത്തൊരു കുരുത്തം എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ഞാൻ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയതിന് ശേഷം തൈര് ഉണ്ടാക്കി വെച്ചു. തൈരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ നേരെ ഉമ്മാൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. ഉമ്മാൻ്റെ അടുത്തേക്ക് വന്ന് ഉമ്മ എന്നും പെരുന്നാളിന് മാറി, അടുത്ത പെരുന്നാളിന് ഞാൻ ഉണ്ടാവില്ല, അങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് 10-15 കൊല്ലമായിട്ട്. പക്ഷെ ഇമ്മമ്മ അന്നും ഇന്നും ഒരേപോലെ തന്നെയാണ് കേട്ടോ. പറച്ചിൽ പറയാൻ നല്ലത്. അമ്മമ്മക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. മാഷാ അല്ലാഹ്, ഞങ്ങളമ്മമ്മക്ക് ഒരു അസുഖമില്ല കേട്ടോ. അപ്പോൾ ഇവിടത്തെ ബിരിയാണിയാണ് ആദ്യം ഞാൻ കഴിക്കേണ്ടത്. എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി. ഇവിടെ എൻ്റെ അനിയത്തി ഇമ്മയാണ് ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പുതിയ നൈറ്റി ഷോളൊക്കെ ഇട്ടിട്ടുണ്ട്. കുഞ്ഞാണിയൊക്കെ എടുത്ത് തന്ന നൈറ്റി ഷോളാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പം എൻ്റെ അനിയത്തി ചോറ് വിളമ്പുകയാണ്, ഞാൻ ചോറ് കഴിക്കാൻ. അപ്പോൾ അനിയത്തിൻ്റെ ഹസ്ബൻഡും പിന്നെ വലിയ മോളും കോലാർക്ക് പോയിട്ടുണ്ട് കേട്ടോ പെരുന്നാൾ പ്രമാണിച്ച്. അനിയത്തി പോയിട്ടില്ല, അനിയത്തി ഞങ്ങളെ അടുത്ത് നിൽക്കുക ചെയ്തത്. അപ്പോൾ എൻ്റെ ഉമ്മയും അനിയത്തി ചോറ് ഞങ്ങൾക്ക് കഴിക്കാൻ. ഞാനും ഉമ്മയും എൻ്റെ അനിയത്തിൻ്റെ ചെറിയ മോനും കുഞ്ഞാണിയാക്കി ചോറ് കഴിച്ച് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് വന്നു കേട്ടോ. ഇത്രയും വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ. എൻ്റെ വീട്ടിലേക്ക് അപ്പത്തിന് എൻ്റെ ഗസ്റ്റൊക്കെ വരുമല്ലോ, എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി ഞാൻ കുത്തുകയാണേ. ദമ്മ് കുത്തിയിട്ട് ഞാൻ ഇറച്ചിയും ചോറും വേറെ ആക്കി. എന്നിട്ട് അവർ വന്നിട്ട് അവർക്ക് കൊടുക്കണം. പക്ഷേ കൂട്ടുകാരെ, എനിക്ക് അവർ വന്നിട്ടുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല എന്നിട്ടോ. സന്തോഷം കൊണ്ട് ഞാനതൊക്കെ മറന്നുപോയി.
പിന്നെ ഫ്രൂട്ട് സലാഡ് തീർന്നപ്പോൾ പിന്നെ ഫ്രിഡ്ജിലുള്ള ഫ്രൂട്ട്സ് കുറച്ചെടുക്കാനുണ്ട് ഞാൻ. ഇനി വരുന്ന ആൾക്കാർക്ക് ഫ്രൂട്ട്സ് വെറുതെ കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ കൂട്ടുകാരെ, പെരുന്നാൾ വിശേഷം എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ. മാഷാ അല്ലാ, പെരുന്നാളൊക്കെ നോമ്പൊക്കെ റാഹത്തോടു കൂടി കഴിഞ്ഞ്. ഞാൻ പറഞ്ഞല്ലോ കുറേ ഫ്രൂട്ട്സ് എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഫ്രൂട്ട് സലാഡ് കഴിഞ്ഞപ്പോൾ ഇനി വരുന്ന ആൾക്കാർക്ക് ഇത് ഫ്രൂട്ട് വെട്ടി കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഫ്രൂട്ട് വെട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഇനി എന്താ പറയുക, ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ പെരുന്നാൾ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണം. ഞാൻ ഉണ്ടാക്കുന്ന പോലെ പിന്നെ ചിക്കൻ പൊരിച്ച് ബിരിയാണി ഉണ്ടാക്കലുണ്ടെങ്കിൽ അറിയിക്കണം. ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കലുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. മാഷാ അല്ലാ. അപ്പോൾ ഇനി അടുത്ത റമദാനും പെരുന്നാളൊക്കെ കൂടാൻ പടച്ച തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സ് ആരോഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ടാറ്റാ.